വെൽക്കം ടു QA ഫോക്കസ്. ഗ്രാവിറ്റേഷനകത്ത് സാറ്റലൈറ്റ്സ് ആണ് ഇന്ന് നോക്കുന്നത്. സാറ്റലൈറ്റ്സ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ആറാണ് എർത്തിൻ്റെ റേഡിയസ്, മാസ് m ആണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു h ഹൈറ്റിൽ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. h ഹൈറ്റിൽ ഒരു സാറ്റലൈറ്റ്, അതിൻ്റെ മാസ് m ആണ്. എർത്തിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിൽ ഇതിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻസാണ് നമുക്ക് മെയിനായിട്ട് എക്സാമിന് ചോദിച്ചു കാണാറുള്ളത്. ഒന്ന്, ഈ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതിൻ്റെ ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നുള്ളത്. ഓർബിറ്റൽ വെലോസിറ്റി എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ചെറിയ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇതിനകത്ത് പീരിയഡ് ഓഫ് സാറ്റലൈറ്റ്, എർത്തിന് ചുറ്റും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളത്. പിന്നെ ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് ചോദിച്ച് കാണാറുള്ളത് എനർജിയാണ്. സാറ്റലൈറ്റിൻ്റെ എനർജി ഓഫ് സാറ്റലൈറ്റ്, എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിൻ്റെ എനർജി എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സാറ്റലൈറ്റ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എർത്തിൻ്റെ മാസ് m ആണ്, റേഡിയസ് r ആണ്. എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ സ്മോൾ m മാസുള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അതൊരു സർക്കുലർ പാത്തിൽ കൂടി ഇങ്ങനെ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് ജസ്റ്റ് എങ്ങനെ എഴുതാം? കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് m rotating around the earth at a height h above the surface of earth with velocity v0. വിത്ത് വെലോസിറ്റി v0, അല്ലെങ്കിൽ v എന്ന് കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ഫിഗറും ഈ ഒരു ഇൻട്രൊഡക്ഷനും പഠിച്ചാൽ അത് മതി ഇത് 3നും എഴുതാനായിട്ട്. കൺസിഡർ സാറ്റലൈറ്റ് ഓഫ് മാസ് m റൊട്ടേറ്റിംഗ് അറൌണ്ട് ദി എർത്ത് അറ്റ് എ ഹൈറ്റ് h എബോവ് ദി സർഫസ് ഓഫ് എർത്ത് വിത്ത് വെലോസിറ്റി v. നമുക്കിനി 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓർബിറ്റൽ വെലോസിറ്റി. എന്താ ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്? വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് മൂവ് അറൗണ്ട് എർത്ത്. എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിക്കാണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും മൂവ് ചെയ്യുക എന്ന് പറയുമ്പം, സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുക എന്ന് പറയുമ്പം, സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും ഉണ്ടായിരിക്കേണ്ട ഫോഴ്സ്, അല്ലെങ്കിൽ സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യണമെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് ആരാ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അല്ലേ. സർക്കുലർ പാത്തിൽ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിനായി ആ സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യാനുള്ള ആ ഒരു ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് F = mv²/, നമുക്കറിയാവുന്ന ഇക്വേഷൻ mv²/r ആണല്ലേ. പക്ഷെ ഇവിടെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിലാണ്, എന്ന് വെച്ചാൽ ടോട്ടൽ സെൻറ്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? r+h ഡിസ്റ്റൻസിലാണ്. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് r+h ഡിസ്റ്റൻസിലാണ്. അപ്പം നമുക്കിവിടെ എന്ത് കൊടുക്കാം? r+h എന്ന് കൊടുക്കാം. ഇനി ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്
എർത്തും ഈ സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇതിന് ഈ സർക്കുലർ പാത്തികൾ മൂവ് ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് എർത്തും സാറ്റലൈറ്റും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് Gmm/r² ആണ്. പക്ഷെ ഇവിടെയും ഹൈറ്റ് എന്ത് തന്നെയാണ്? എർത്തിന്റെ സർഫസിൽ നിന്ന് h ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ എടുക്കണം? r+h² എന്ന് എടുക്കണം. അപ്പോൾ ഒരു സ്റ്റേബിൾ റൊട്ടേഷൻ ആണെങ്കിൽ, സ്റ്റേബിളായിട്ട് സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഫോർ സ്റ്റേബിൾ റൊട്ടേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അല്ലേ? ഫോർ സ്റ്റെബിലിറ്റി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? എർത്ത് ആൻഡ് സാറ്റലൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനിയൊന്നും ചെയ്യാനില്ല. 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായിരുന്നു? mv²/r+h ആയിരുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ നേരത്തെ ഒരു വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രമായിട്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്തെഴുതാം? Gmm/r+h² എന്ന് എഴുതാം. ഒരു r+hഉം സ്ക്വയറും കൂടി ഇവിടെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. എമ്മും കൂടി ഇവിടെ അങ്ങ് ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് v² = Gm/r+h എന്ന് വരും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ v = എന്തെന്ന് കിട്ടും? √Gm/r+h എന്ന് വരും. ഇതാണ് എന്തിനുള്ള എക്സ്പ്രഷൻ? ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ. ഇനി ഓർബിറ്റൽ വെലോസിറ്റി എന്ന് കാണിക്കാൻ വേണമെങ്കിൽ നമുക്കിവിടെ എന്തെന്ന് കൊടുക്കാം? v0 എന്ന് കൊടുക്കാം. v0 = √Gm/r+h. ക്ലിയർ ആയോ? ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടാണ് കേട്ടോ. ഈ മൂന്നും, അതായത് ഓർബിറ്റൽ വെലോസിറ്റി, പീരിയഡ് ഓഫ് റൊട്ടേഷൻ, എനർജി, ഇത് മൂന്നും എക്സാമിന് മാറിയും തിരിഞ്ഞും ചോദിക്കാറുള്ളതാണ്. ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കാറുണ്ട്. പഠിച്ചിട്ടാണ് കേട്ടോ, ഇപ്പം തന്നെ പഠിച്ചോണേ. ഇനി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വിട്ടുകളയരുത്. അടുത്തത് പീരിയഡ് ഓഫ് സാറ്റലൈറ്റ്. ടൈം പീരിയഡ് ഓഫ് സാറ്റലൈറ്റ്, capital T. The time period of a satellite, time taken by the satellite to complete one rotation. Satellite to complete one rotation. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് എന്തെന്ന് പറയുന്നത്? ടൈം പീരിയഡ് എന്ന് പറയുന്നത്. എർത്തിന് ചുറ്റും ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരാനായിട്ട് എടുക്കുന്ന ടൈം. ഇനി ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ആണ്, അല്ലേ? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇവിടെ ഇത് മൂവ് ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുമ്പം 2πr ആണ്. സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. പക്ഷെ ഇവിടെ r അല്ല, r+h ആണ്, അല്ലേ? സെൻറ്ററിൽ നിന്ന് r+h ആണ്. അപ്പോൾ ഈ പാത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r+h ആണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം? r+h കൊടുക്കണം. ബൈ വെലോസിറ്റി എന്ന് പറയുന്നത് ഓർബിറ്റൽ വെലോസിറ്റി ആണ്, v0 ആണ് ഓർബിറ്റൽ വെലോസിറ്റി.
ദാറ്റ് ഈക്വൽ 2π r പ്ലസ് എച്ച് ഉണ്ട്. V0 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് GM ബൈ r പ്ലസ് എച്ച് ആണ് അല്ലേ? റൂട്ട് ഓഫ് GM ബൈ r പ്ലസ് എച്ച് ആണ് ഓർബിറ്റൽ വെലോസിറ്റി. തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ കണ്ടോ, GM ബൈ r പ്ലസ് എച്ച്. ഇനി ഈ ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 2π r പ്ലസ് എച്ച്. ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ നമുക്ക് r പ്ലസ് എച്ച് ബൈ GM എന്ന് വരും. r പ്ലസ് എച്ച് GM എന്ന് വരും. ഒന്നുകിൽ ഇത്ര എഴുതി അങ്ങ് നിർത്താം, ഓക്കെയാണ്. ഒന്നുകൂടി ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ r പ്ലസ് എച്ചിനെയും കൂടി റൂട്ടിനകത്തേക്ക് കൊണ്ടുവരാം. റൂട്ടിനകത്തേക്ക് വരുമ്പം അത് സ്ക്വയറായിട്ട് മാറും, ഇത് സ്ക്വയറായിട്ട് മാറും. r പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ, r പ്ലസ് എച്ച് ഓൾറെഡി അവിടെ ഉണ്ട്, ബൈ GM. r പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ, ഒരു r പ്ലസ് എച്ച് ഇവിടെ ഉണ്ട്, പിന്നെ ആരുണ്ട്? ഒരു GM ഉണ്ട് അല്ലേ? താഴെ ഒരു GM കൂടി ഉണ്ട്. ഇനി സ്ക്വയറും ഇവിടുത്തെ പവർ എത്രയാ? 1 ആണ്. ഇത് 2 ആണ് പവർ, ഇത് 1 ആണ്. ക്യൂബ് വരും അല്ലേ? അപ്പോൾ ടൈം പീരീഡ് T ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് r പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് ബൈ GM. ഇതാണ് ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷൻ. ഈ സ്ക്വയർ ടേം, ഈ ടേം അകത്തേക്ക് വരുമ്പോൾ സ്ക്വയറായിട്ട് മാറും. ഇവിടെ ഓൾറെഡി r പ്ലസ് എച്ച് ദ ഹോൾ റേസ് ടു 1 ആണ്. രണ്ടും കൂടി ചെയ്യുമ്പോൾ എന്ത് വരും? r പ്ലസ് എച്ച് ദ ഹോൾ ക്യൂബ് വരും ബൈ GM. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്. ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് സം ഓഫ് ടോട്ടൽ എനർജി ഈസ് ദി സം ഓഫ് ആരൊക്കെയാ? P ആൻഡ് K. എത്രയേ ഉള്ളൂ? P ആൻഡ് K. എർത്ത് സർഫസിൽ ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GM ബൈ എർത്തിൻ്റെ സർഫസിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് GMM ബൈ R ആണ്. ഓക്കെ, ഇതിൻ്റെ മാസ് M ആണെങ്കിൽ ഇവിടെ GMM ബൈ R ആണ്. അങ്ങനെയാണെങ്കിൽ H ഹൈറ്റിലിരിക്കുന്നതിൻ്റെയോ GMM ബൈ R പ്ലസ് എച്ച് ആണ്. കാര്യം ഇവിടെ സാറ്റലൈറ്റ് ഇരിക്കുന്നത് എർത്ത് സർഫസിൽ നിന്ന് H ഹൈറ്റിലാണ് അല്ലേ? സാറ്റലൈറ്റ് ഇരിക്കുന്ന എർത്ത് സർഫസിൽ നിന്ന് H ഹൈറ്റിലാണ്. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? GMM ബൈ R പ്ലസ് എച്ച് എന്ന് വരും. ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്തിൻ്റെ സർഫസിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരുമ്പോൾ വേണ്ടി വരുന്ന വർക്ക് ഡൺ ആണ് ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ R പ്ലസ് എച്ച് ഹൈറ്റിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് -GMM ബൈ R പ്ലസ് എച്ച് ആണ്. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് എർത്ത് സർഫസിലേക്ക് കൊണ്ടുവരുന്നതാണ് GMM ബൈ R. ഇത് എർത്ത് സർഫസിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ എന്ത് വരും? മൈനസ് വരും. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാത്രം ഓർത്തിരുന്നാൽ മതി. എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് താഴത്തേക്കല്ലേ ആക്ട് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടല്ലേ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവിടെ എന്ത് വരും? -GMM ബൈ R പ്ലസ് എച്ച് എന്ന് വരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഓർത്തിരുന്നോ, ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ ഇതാണ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഹൈറ്റിലേക്ക് കൊണ്ടുപോകാൻ -GMM ബൈ R പ്ലസ് എച്ച്. അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എർത്ത് സർഫസിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. എങ്ങനെ വേണമെങ്കിൽ കൺസിഡർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, രണ്ടും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ എനർജി, ഓക്കെ, P എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം എഴുതാം.
മൈനസ് GMM ബൈ R പ്ലസ് H ആണ്. മൈനസ് GMM ബൈ R പ്ലസ് H ആണ്. ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ½mv² ആണ്, നമുക്കറിയാം അല്ലേ? ½mv² ആണ്. ഇവിടെ ഓർബിറ്റിംഗ് സാറ്റലൈറ്റിൻ്റെയാണ്. അപ്പോൾ ½ m മാസ് ഓഫ് ദ സാറ്റലൈറ്റ് ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. ഓർബിറ്റൽ വെലോസിറ്റിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എനർജിയോ? ടോട്ടൽ എനർജി ഈസ് P പ്ലസ് K. പിയും കെയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈക്വൽ പി എന്ന് പറയുന്നത് മൈനസ് GMM ബൈ R പ്ലസ് H ആണ്. പ്ലസ് ½ ഇൻറ്റു m ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് √GM ബൈ R പ്ലസ് H ആണ് അല്ലേ? √GM ബൈ R പ്ലസ് H ആണ് ഓർബിറ്റൽ വെലോസിറ്റി. അപ്പം അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? GM ബൈ R പ്ലസ് H എന്ന് വരും. ഓക്കെ, v² എന്ന് പറയുന്നത് GM ബൈ R പ്ലസ് H ആണ്. v² ഈസ് GM ബൈ R പ്ലസ് H. അതാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടി ഒന്ന് ഓർഡറാക്കി എഴുതിയാൽ T ഈക്വൽ ടു ½ GMM ബൈ R പ്ലസ് H. ഇനി ഇവിടെ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തേ. ഇത് -1 എന്ന് എടുക്കാമല്ലോ. -1 ബ്രാക്കറ്റിലൊരു ക്വാണ്ടിറ്റി പ്ലസ് ½ ബ്രാക്കറ്റിലൊരു ക്വാണ്ടിറ്റി. ഈ ബ്രാക്കറ്റ് വരുന്ന രണ്ട് ക്വാണ്ടിറ്റീസും സെയിം തന്നെയല്ലേ? GMM ബൈ R പ്ലസ് H അല്ലേ? ഇതും GMM ബൈ R പ്ലസ് H അല്ലേ? അങ്ങനെയാണെങ്കിൽ -1 പ്ലസ് ½ എന്ന് വെച്ചാൽ എന്ത് കിട്ടും? -½ കിട്ടും അല്ലേ? -½ കിട്ടും. അപ്പം -½ പിന്നെ ഈ ബ്രാക്കറ്റ് വരുന്ന ക്വാണ്ടിറ്റി അത് തന്നെ GMM ബൈ R പ്ലസ് H. ഇതായിരിക്കും ഇതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. വെറുതെ ഇവിടെ ജസ്റ്റ് നോക്കി, ഇത് -1 GMM ബൈ R പ്ലസ് H ആണ്. ഇത് ½ GMM ബൈ R പ്ലസ് H ആണ്. -1 GMM ബൈ R പ്ലസ് Hഉം ½ GMM ബൈ R പ്ലസ് Hഉം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? -1ഉം ½ കൂടി കൂട്ടിയാൽ -½ കിട്ടും. GMM ബൈ R പ്ലസ് H രണ്ടിടത്തും ഉണ്ട്, സെയിം ആണ്. അതുപോലെ അങ്ങ് എടുത്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. -½ GMM ബൈ R പ്ലസ് H എന്ന് കിട്ടും. -a പ്ലസ് ½ a. -a -1a. 1a പ്ലസ് ½ a എന്ന് പറയുമ്പോൾ -1a പ്ലസ് ½ a എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -½ എന്ന് കിട്ടും അല്ലേ? അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. -½ GMM ബൈ R പ്ലസ് H. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ½ ഇൻറ്റു GMM ബൈ R പ്ലസ് H ആണ്. ഇനി ഈ ½ ഇൻറ്റു GMM ബൈ R പ്ലസ് H എന്ന് പറയുന്ന കൈനറ്റിക് എനർജി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും എഴുതാം? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -KE എന്ന് വേണമെങ്കിലും എഴുതാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -KE ആണ്. ചിലപ്പം ഇങ്ങനെയും എക്സാമിന് ചോദിക്കാം. ഷോ ദാറ്റ് ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് ഈസ് negative value of its kinetic energy. Total energy of orbiting satellite is negative of its kinetic energy. അതിൻ്റെ kinetic എനർജിയുടെ നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചിലപ്പം ചോദിക്കാം. കിട്ടിയോ? ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത് ടോട്ടൽ എനർജി ഓഫ് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഇൻഡയറക്റ്റ് ആക്കിയിട്ട് സെയിം കാര്യം തന്നെയാണ്, പക്ഷെ ചോദിക്കുന്നത് ഇത്തിരി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഷോ ദാറ്റ് ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ സെറ്റല്ലേ? എങ്ങനെ ചോദിച്ചാലും എഴുതാമല്ലോ അല്ലേ? ടൈം പീരീഡും ഓർബിറ്റൽ വെലോസിറ്റിയും ബേസ് ചെയ്തുള്ള പ്രോബ്ലം ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളത് എക്സാം പ്രിപ്പറേഷനൊക്കെ ആകുമ്പോഴത്തേക്കും ആ മോഡലിലുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ആഡ് ചെയ്ത് നമുക്ക് കുറേ കൂടി നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്തായാലും തിയറി ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു തീർത്തേക്കണം കേട്ടോ.
അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സ്ഥിരം പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് ഇടാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.